ചട്ടിച്ചേടത്തി മറിയക്കുട്ടിക്ക് KPCC വക വീട് വെച്ച് നൽകുമെന്ന് പ്രസിഡന്റ് കെ സുധാകരൻ പ്രഖ്യാപിച്ചത് കഴിഞ്ഞ വർഷം 2023 നവംബർ 24-നാണ്. 2 മാസത്തിനുള്ളിൽ വീട് വെച്ച് നൽകും എന്നായിരുന്നു സുധാകരന്റെ പ്രഖ്യാപനം. അതിപ്പോൾ തികയാൻ പോവുകയാണ്. ഇനി 4 ദിവസം കൂടി കഴിഞ്ഞാൽ 2 മാസം തികയും. അതായത് ജാനുവരി 24 ആവും. എന്നാൽ പിന്നെ അതേപ്പറ്റി അതിൻ്റെ പുരോഗതിയെപ്പറ്റി, വീട് നിർമ്മാണം എവിടെ വരെയായി എന്നതിനെ പറ്റിയോ, പിന്നെ KPCC പ്രസിഡന്റോ നേതാക്കളോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ഒന്നും മിണ്ടിയിട്ടില്ല. മിണ്ടാത്തത് കൊണ്ട് ഞങ്ങൾ അവരുടെ ഓർമ്മയിലേക്കാണ് ഈ കാര്യങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുന്നത്. കാരണം ഈ മറവി രോഗം ബാധിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതാം. അൽഷിമേഴ്സ് പിന്നെ വളരെ പ്രായമായവർക്കൊക്കെ വരുന്നുണ്ട്. എന്നാലും ചെറുപ്പക്കാരും ഒക്കെ ഈ നേതൃത്വത്തിലുണ്ടല്ലോ. ഇപ്പൊ സുധാകരന് മറവി ഉണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ തന്നെ മറ്റുള്ള നേതാക്കൾക്ക്, KPCC ഭാരവാഹികളിലെ ചെറുപ്പക്കാർക്കൊക്കെ ഇത് ഓർമ്മയുണ്ടാവുമല്ലോ. ഒരു വാഗ്ദാനം പറഞ്ഞാൽ അത് നടപ്പാക്കുന്നത്, ഈ വാക്ക് പാലിക്കുന്നതിൻ്റെ ഒരു നല്ല ആൾക്കാരുടെ ഒരു ലക്ഷണമാണ്. അപ്പം അതിൻ്റെ പുരോഗതി എന്തായി? ഈ KPCC വെച്ച് നൽകുന്ന വീടിൻ്റെ കാര്യം എന്തായി? ഇനിയിപ്പം 4 ദിവസം കൂടെ ബാക്കിയുള്ളൂ. നവംബർ 24, ഡിസംബർ 24, ജാനുവരി 24. അപ്പം 2 മാസം തികയാൻ പോവുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് KPCC ഭാരവാഹികൾ ആരെങ്കിലും, ഇപ്പോൾ കെ സുധാകരന് ചികിത്സയും വയ്യാഴിയൊക്കെ ഉണ്ടെങ്കിൽ മറ്റ് KPCC ഭാരവാഹികൾ ആരെങ്കിലും ഈ വീടിൻ്റെ പ്ലോട്ട് എവിടെയാണ്, എവിടെ വരെ നിർമ്മാണമായി, എന്നത്തേക്ക് ഇത് പാലുകാച്ചാൻ കൊടുക്കാൻ പറ്റും എന്നൊക്കെ മറിയക്കുട്ടിക്കെങ്കിലും ഒരു സന്ദേശം കൊടുക്കേണ്ടതില്ല. കാരണം കോൺഗ്രസിൻ്റെ സമരങ്ങളെ ഏറ്റവും നവകേരള സദസ്സിനെതിരായി നടന്ന സമരങ്ങളെ ഏറ്റവും സഹായിച്ച ഒരു മഹിളാ രത്നം എന്ന നിലയ്ക്ക് ആണ് KPCC പ്രസിഡന്റ് കെ സുധാകരൻ മറിയക്കുട്ടിക്ക് വീട് വെച്ച് കൊടുക്കുമെന്ന് വാഗ്ദാനം നൽകിയത്. ആ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോക്കം പോകുന്നത് ഒട്ടും ശരിയല്ലല്ലോ. പോയി എന്ന് ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ആരും KPCCയിലെ ബന്ധപ്പെട്ട ആരും അതേപ്പറ്റി ഒന്നും മിണ്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. 24-ാം തീയതി ഞങ്ങളിത് ഓർമ്മപ്പെടുത്തും. ഇതിന്ന് മുന്നോടിയായിട്ട് ഓർമ്മപ്പെടുത്തി എന്നേ ഉള്ളൂ. ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ, ഉത്തരവാദിത്തപ്പെട്ടവർ, അത് മുതിർന്ന കോൺഗ്രസ് ആവട്ടെ, യൂത്ത് കോൺഗ്രസ് ആവട്ടെ, ഇനി KSകാർക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാം. ഇക്കാര്യത്തിൽ എന്തായി എന്ന് അറിയാൻ ഞങ്ങൾക്കും പൊതുജനങ്ങൾക്കും താല്പര്യമുണ്ട്. ഞങ്ങളുടെ മാത്രം താല്പര്യമില്ല. കാരണം ഈ പണ്ട് ഇങ്ങനെ പിരിവെടുത്ത് സ്മാരകങ്ങൾ ഉണ്ടാക്കുന്ന ഒത്തിരി കഥകൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് കേൾക്കാറുണ്ട്. ഈ പൊതുവെ പറയുന്ന രീതി, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും CPM ഒരു കാര്യം പ്രഖ്യാപിച്ചാൽ അതിന് കൃത്യമായിട്ട് ഫണ്ട് പിരിക്കും. അത് കൃത്യമായിട്ട് കണക്കുണ്ടാവും. അത് കൃത്യമായിട്ട് എന്തിനു വേണ്ടി ഫണ്ട് പിരിച്ചോ അവിടെ ആ രക്തസാക്ഷി മന്ദിരമാവട്ടെ, അനുസ്മരണ മന്ദിരമാവട്ടെ, അല്ലെ മറ്റു പാർട്ടി ഓഫീസ് ആവട്ടെ, അല്ലെ മറ്റു പൊതു സ്ഥാപനങ്ങളുടെ നിർമ്മാണമാവട്ടെ, അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നൊരു പാരമ്പര്യം ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ചും CPM ഒക്കെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളാണ്. പിരിച്ച കാശ്, ജനങ്ങളോട് പിരിച്ച കാശ് അത് വെറുതെ വെള്ളത്തിൽ പോയില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ അവർക്ക് അതിൽ നിന്ന് കിട്ടും. ഇവിടെ പണ്ട് കേന്ദ്രമന്ത്രിയും കേന്ദ്രത്തിലെ പ്രതിപക്ഷ നേതാവും ഒക്കെ ആയിരുന്ന ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്ത് കേരളത്തിന്റെ ഭാരതത്തിന്റെ തന്നെ കോൺഗ്രസിലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാവായിരുന്ന CM സ്റ്റീഫനെ ഓർക്കുന്നുണ്ടാവും നമ്മളൊക്കെ. അദ്ദേഹം കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു. കേന്ദ്രത്തിലെ ലോക്സഭയിലെ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടപ്പോൾ 1977 ശേഷം CM സ്റ്റീഫൻ കേരളത്തിൽ നിന്നുള്ള ഒരു MP ലോകസഭയിലെ പ്രതിപക്ഷ നേതാവാകുക വരെ ചെയ്ത ചരിത്രം, രാഷ്ട്രീയ ചരിത്രം നമുക്കുണ്ട്. ആ അദ്ദേഹം മരിച്ചപ്പോൾ, CM സ്റ്റീഫൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി അക്കാലത്ത് ഒരു 10 ലക്ഷം രൂപ സ്മാരകം ഉണ്ടാക്കാൻ അന്നത്തെ കോൺഗ്രസ് നേതാക്കൾ പിരിവ് നടത്തി. അതായത് കൊല്ലത്ത് വളരെ അതിഗംഭീരമായ ഒരു അനുസ്മരണ മന്ദിരം, സ്മാരക മന്ദിരം CM സ്റ്റീഫന്റെ പേരിൽ പടുത്തുയർത്തുക. അന്ന് 10 ലക്ഷം പിരിച്ചത്, അതായത് 1977 ശേഷമുള്ള ഒരു കാലം, 80കളുടെ ആദ്യമൊക്കെ ആലോചിക്കണം. അന്ന് 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ ഇന്നൊരു 10 കോടി രൂപ പിരിച്ചതിന് തുല്യമാണ് അന്നത്തെ 10 ലക്ഷം എന്ന് പറയുന്നത്. ആ പിരിച്ചതറിയാം. പിരിച്ചു കഴിഞ്ഞ് ഉടനെ വരുന്നു സ്മാരകം, ഉടനെ വരുന്നു എന്ന് പലതവണ വാർത്തകൾ വന്നത് കേൾക്കാം. പിന്നെ എപ്പോഴും അവിടെ ഒരു തറക്കല്ലിട്ടു എന്നുള്ള വാർത്തകൾ വന്ന് നമുക്ക് ഓർമ്മയുണ്ട്. തറക്കല്ലിന്റെ ഫോട്ടോ വന്നിട്ടുണ്ട്. പിന്നെ കേൾക്കുന്ന തറക്കല്ല് കാട് കയറി മൂടിപ്പോയി എന്നുള്ള വാർത്ത എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ അവസാനം ഈ കാട് കയറി മൂടി, പിന്നെ എന്തായി? പിന്നെ ഒന്നുമില്ല. പിരിച്ച 10 ലക്ഷം എവിടെ പോയി? ഒരു തറക്കല്ലിടാൻ മാത്രം 10 ലക്ഷം ആവുകയില്ലല്ലോ. ഇതാണ് കോൺഗ്രസിന്റെ പല പിരിവിന്റെയും രൂപം. ഇതൊക്കെയാണ് എന്നറിയാവുന്നത് കൊണ്ടുകൂടിയാണ് ഞങ്ങൾ ഈ മറിയക്കുട്ടിയുടെ കേസെങ്കിലും
എന്തായി എന്ന് ഞങ്ങൾ ചോദിക്കുന്നത്. വെറുതെ പ്രഖ്യാപിച്ചാൽ പോരാ, അത് ചെയ്യാൻ ഉള്ള കഴിവ് വേണം, അല്ല അതിനുള്ള ആത്മാർത്ഥത വേണം. പുട്ടടിച്ച് പോക്കറ്റ് ഇടുന്നതല്ല ജനസേവനം എന്ന് പറയുന്നത്. അത് ജനങ്ങളിൽ നിന്ന് പിരിക്കുന്ന കാശിന് കണക്ക് വേണം. ജനങ്ങൾ ചോദിക്കുമ്പോൾ എന്താ കണ്ടോ, നിങ്ങളിൽ നിന്ന് പിരിച്ച കാശ് കൊണ്ടാണ് ഇത് കെട്ടിപ്പൊക്കിയത്, ഈ പ്രവർത്തിക്കുന്നത്. അല്ലാതെ കാട് കയറിയ തറക്കല്ലും 2 കുഴിയും കാണിച്ചിട്ട് കാര്യമുണ്ടോ കോൺഗ്രസ്സുകാരെ? അതുകൊണ്ട് മറിയക്കുട്ടിക്കെങ്കിലും ഒരു വീട് വെച്ചുകൂടും. അവർ നിങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്ത നിർണായക ഘട്ടത്തിൽ പിണറായി വിജയൻ്റെ നവകേരള സദസ്സിനെ അട്ടിമറിക്കാൻ ഏറ്റവും മുന്നിൽ കോൺഗ്രസിനെ സഹായിച്ചതാരാണ്? മറിയക്കുട്ടി ചട്ടിച്ചെടുത്തിയാണ്. പിന്നെ അവർ BJPയുടെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കോൺഗ്രസ്സുകാർ ബ്ലിങ്കസി ആയെങ്കിലും കോൺഗ്രസിൻ്റെ സ്റ്റേജിൽ അവർ വന്ന് കോൺഗ്രസിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്ത ഒരു സ്ത്രീ എന്ന നിലയിൽ, ഒരു മഹതി എന്ന നിലയിൽ അവർക്ക് നിങ്ങൾ തീർച്ചയായും ഒരു വീട്, ചെറുതാണേലും പോവില്ല, കുഴപ്പമില്ല, ഒരു മുറി വീടെങ്കിലും അല്ലെങ്കിൽ ഒരു 2 മുറി വീടെങ്കിലും അവർക്ക് ദയവ് ചെയ്ത് വെച്ച് കൊടുക്കണമെന്നൊരു അപേക്ഷയാണ് ഞങ്ങൾക്ക് കേരളത്തിലെ KPCCയോട് പറയാനുള്ളത്.